ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ 45-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. ആരുടെ സന്തതികളിൽ നിന്നാണ് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തിയത്? ഉത്തരം: യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന്. 2. ഭാഗ്യസ്മരണാർഹനായ വ്യക്തിയായി പ്രഭാഷകൻ അധ്യായം 45-ൽ സൂചിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തരം: മോശയെ. 3. അവൻ ജനത്തിന് സുസമ്പന്നതനായി. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. ആരെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്? ഉത്തരം: മോശയെ. 4. മഹത്വത്തിൽ മോശയെ ആർക്കാണ് സമനാക്കിയത്? ഉത്തരം: ദൈവദൂതന്മാർക്ക്. 5. കർത്താവ് മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കിയത് ആരെയാണ്? ഉത്തരം: മോശയെ. 6. മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കിയ മോശയെ കർത്താവ് ആർക്ക് ഭയകാരണമാകത്തക്ക വിധമാണ് ശക്തനാക്കിയത്? ഉത്തരം: ശത്രുക്കൾക്ക്. 7. മോശ അപേക്ഷിച്ചപ്പോൾ കർത്താവ് പിൻവലിച്ചത് എന്താണ്? ഉത്തരം: അടയാളങ്ങൾ. 8. കർത്താവ് മോശയെ ആരുടെ സന്നിധിയിലാണ് സമുന്നതനാക്കിയത്? ഉത്തരം: രാജാക്കന്മാരുടെ. 9. കർത്താവ് ആർക്കു വേണ്ടിയുള്ള കൽപ്പനകളാണ് മോശയെ ഏൽപ്പിച്ചത്? ഉത്തരം: തൻ്റെ ജനത്തിന്. 10. കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം നൽകിയത് ആർക്ക്? ഉത്തരം: മോശയ്ക്ക്. 11. കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത് എങ്ങനെ? ഉത്തരം: വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്. 12. കർത്താവ് ആരുടെ ഇടയിൽ നിന്നാണ് മോശയെ തിരഞ്ഞെടുത്തത്? ഉത്തരം: എല്ലാ ജനതകളുടെയും. 13. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് മോശയെ തിരഞ്ഞെടുത്ത കർത്താവ് മോശയെ കേൾപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം: തൻ്റെ സ്വരം. 14. തൻ്റെ സ്വരം കേൾപ്പിച്ചുകൊണ്ട് കർത്താവ് മോശയെ നയിച്ചത് എവിടേക്കാണ്? ഉത്തരം: ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക്. 15. മുഖാഭിമുഖം കൽപ്പനകളും ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമവും കർത്താവ് മോശയ്ക്ക് നൽകിയത് എന്ത് അഭ്യസിപ്പിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു? ഉത്തരം: യാക്കോബിൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും. 16. മോശയുടെ സഹോദരൻ്റെ പേര്? ഉത്തരം: അഹറോൻ. 17. അഹറോൻ ഏത് ഗോത്രജനാണ്? ഉത്തരം: ലേവി ഗോത്രജൻ. 18. മോശയെപ്പോലെ തന്നെ വിശുദ്ധൻ എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെയാണ്? ഉത്തരം: അഹറോനെ. 19. അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. ആർക്ക്? ഉത്തരം: അഹറോന്. 20. കർത്താവ് അഹറോനെ അനുഗ്രഹിച്ചതെങ്ങനെ? ഉത്തരം: വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട്. 21. പ്രഭാഷകൻ 45:8 അനുസരിച്ച് കർത്താവ് അഹറോനെ അണിയിച്ചത് എന്ത്? ഉത്തരം: മഹിമയേറിയ മേലങ്കി, മഹിമയുടെ പൂർണ്ണത. 22. കർത്താവ് എന്തു നൽകിയാണ് അഹറോനെ ശക്തനാക്കിയത്? ഉത്തരം: അധികാര ചിഹ്നങ്ങൾ. 23. കർത്താവ് നൽകിയ അങ്കിക്ക് ചുറ്റും തുന്നിച്ചേർത്തത് എന്താണ്? ഉത്തരം: മാതളനാരങ്ങയും സ്വർണ്ണമണികളും. 24. നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന സ്വർണ്ണമണികൾ അഹറോൻ്റെ അങ്കിക്ക് ചുറ്റും തുന്നിച്ചേർത്തത് എന്തിന്? ഉത്തരം: ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ. 25. കർത്താവ് അണിയിച്ച വിശുദ്ധ വസ്ത്രം ഏതൊക്കെ വർണ്ണങ്ങൾ കലർന്നതായിരുന്നു? ഉത്തരം: സ്വർണ്ണ, നീല, ധൂമവർണ്ണം കലർന്നത്.
26 അഹ്റോന്റെ തലയിൽ അണിയിച്ചത് എന്ത്? ഉത്തരം സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം. 27 അഹ്റോന്റെ കിരീടത്തിൽ കൊത്തിയിരുന്നത് എന്ത്? ഉത്തരം വിശുദ്ധി. 28 അന്യരാരും അണിഞ്ഞിട്ടില്ലാത്ത അഹ്റോൻ അണിഞ്ഞിരുന്ന നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമായ സ്വർണം കൊണ്ടുള്ള കിരീടം എക്കാലവും ധരിച്ചത് ആര്? ഉത്തരം അഹ്റോന്റെ മക്കളും പിൻഗാമികളും. 29 അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചതാര്? ഉത്തരം മോശ. 30 കർത്താവ് അഹ്റോനെ തിരഞ്ഞെടുത്തത് എവിടെ നിന്നാണ്? ഉത്തരം മാനവകുലത്തിൽ നിന്ന്. 31 കോപാക്രാന്തരായി അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കൾ ആവുകയും ചെയ്തവർ ആരെല്ലാമായിരുന്നു? ഉത്തരം ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ. 32 കർത്താവിൻ്റെ കോപത്തിൽ നശിച്ചു പോയവരായി പ്രഭാഷകൻ അദ്ധ്യായം 45 പറയുന്നത് ആരെയെല്ലാം കുറിച്ചാണ്? ഉത്തരം ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാരെക്കുറിച്ച്. 33 കർത്താവ് മഹത്വം വർദ്ധിപ്പിച്ച് പ്രത്യേക അവകാശം നൽകിയത് ആർക്ക്? ഉത്തരം അഹ്റോന്. 34 പ്രഭാഷകൻ 45:21 പ്രകാരം കർത്താവിനു നൽകിയ ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നത് ആര്? ഉത്തരം അഹ്റോനും അവൻ്റെ പിൻഗാമികളും. 35 അഹ്റോന് ദേശത്ത് എന്തുണ്ടായിരിക്കുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം അവകാശവും ഓഹരിയും. 36 അഹ്റോന്റെ അവകാശവും ഓഹരിയും എന്താണ്? ഉത്തരം കർത്താവ്. 37 എലെയാസറിൻ്റെ പുത്രൻ്റെ പേര്? ഉത്തരം ഫിനെഹാസ്. 38 മഹത്വത്തിൻ്റെ 3-ാം സ്ഥാനം ആർക്കാണ്? ഉത്തരം ഫിനെഹാസ്. 39 ഫിനെഹാസ് എന്തിൽ തീഷ്ണതയുള്ളവൻ ആയിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ദൈവഭക്തിയിൽ. 40 ജനം വഴിതെറ്റിപ്പോയപ്പോഴും ഉറച്ചു നിന്നതാര്? ഉത്തരം ഫിനെഹാസ്. 41 ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്ന ഫിനെഹാസ് ആര് വഴിതെറ്റിപ്പോയപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ജനം. 42 ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചത് ആര്? ഉത്തരം ഫിനെഹാസ്. 43 ദാവീദിൻ്റെ പിതാവിൻ്റെ പേര്? ഉത്തരം ജെസ്സെ. 44 ദാവീദിൻ്റെ പിതാവ് ജെസ്സെ ഏത് ഗോത്രജനാണ്? ഉത്തരം യൂദാ ഗോത്രജൻ. 45 രാജാവിൻ്റെ പിന്തുടർച്ചാവകാശം ആർക്ക്? ഉത്തരം രാജാവിൻ്റെ സന്തതികൾക്ക്. 46 അഹ്റോന്റെ പിന്തുടർച്ചാവകാശം ആർക്ക്? ഉത്തരം അഹ്റോന്റെ സന്തതികൾക്ക്. 47 പൂരിപ്പിക്കുക. തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഡാഷ് ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. ഉത്തരം ഹൃദയത്തെ. 48 തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ എന്തുകൊണ്ട് നിറയ്ക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ജ്ഞാനം കൊണ്ട്. 49 തലമുറകൾ തോറും എന്ത് നിലനിൽക്കട്ടെ എന്നാണ് പ്രഭാഷകൻ 45-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം മഹത്വം.